മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജന നടപടി രാഷ്ട്രീയ ചർച്ചയാകുന്നു. നേരത്തെയുണ്ടായ 21 വാർഡുകളോടൊപ്പം 3 വാർഡുകൾ കൂടി ചേർത്താണ് പുതിയ ഡിവിഷനാക്കിയത്. പുതിയ വിഭജനം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയാണുള്ളത്. ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം. ഗോൾഡ് കിങ്, ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. ഗോൾഡ് കിങ്, മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ബ്രാഞ്ചസ് ഹൊസങ്കടി, കുമ്പള, കർണാടക, മുടിപ്പു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം മഞ്ചേശ്വരത്ത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന 21 വാർഡുകളോടൊപ്പം 3 പുതിയ വാർഡുകൾ കൂടി ചേർത്താണ് പുതിയ ഡിവിഷൻ രൂപീകരിച്ചത്. ഇത് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ വാർഡുകളുടെ എണ്ണം 21 നിന്നും 24 ഉയർത്തിയത് ഗുണകരമായും ദോഷകരമായും ചിലർ കാണുന്നു. ഉദ്യാവര സൗത്ത്, ഉദ്യാവര നോർത്ത്, ഉദ്യാവര മാട എന്നീ പേരുകളിലാണ് 3 വാർഡുകൾ കൂടി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വാർഡ് വിഭജനം ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ നേട്ടമുണ്ടാക്കുമെങ്കിലും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടുകൾ ഭിന്നിപ്പിച്ചേക്കുമെന്ന രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. വാർഡ് വിഭജനം ചെയ്തിട്ട് ഇപ്പോൾ ഈ നമ്മളെ ചൗക്കി പ്രദേശത്തിൻ്റെ സമയത്തോളം ചൗക്കി എന്നൊരു നല്ലൊരു പ്രദേശമാണ്. ചൗക്കിയിൽ എല്ലാ വിഭാഗത്തിൻ്റെയും എല്ലാ പ്രദേശത്തിനും ഒന്നിച്ചിട്ട് കൂടുന്നൊരു നാടാണ് ചൗക്കി എന്ന് പറയുന്നത്. അപ്പോൾ അറിയപ്പെട്ട ബഡാജ് ചൗക്കി എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ചൗക്കി നമ്മളെ വാർഡിൽ നിന്ന് തന്നെ മാറിപ്പോയി എന്നുള്ളൊരു വിഷമമായ ഒരു ഇതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. കാരണം അല്ലെങ്കിൽ ചൗക്കിക്ക് ഒരു നല്ലൊരു വികസനമായിട്ട് ചൗക്കിയിലൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഒരു ലൈറ്റിൻ്റെ ഇതായാലും കുറേ വർഷമായി പറയുന്നത്. എല്ലായിടത്തും ഉണ്ട്. നമ്മളെ ചൗക്കിയിൽ എല്ലാ രാത്രികാലം എന്തെല്ലാം സംഭവം നടക്കുന്നെങ്കിലും ഒരു ഇരുട്ടുള്ള പ്രദേശമായിട്ട് മാറി. അതിനൊരു വെളിച്ചമായിട്ട് മാറണമെങ്കിൽ ചൗക്കി നല്ലൊരു പ്രദേശമായിട്ട് മാറണം. വാർഡും എൻ്റെ പ്രകാരം വാർഡ് തന്നെ ചൗക്കി എന്ന് പേരിലേ അറിയപ്പെടണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹവും. എല്ലാവരുടെയും പറയുന്നത് തന്നെ ചൗക്കി എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ഒരു വിഷമകരമായ സന്ദേശമാണ് എല്ലാവർക്കും കിട്ടിയത്. ജനസംഖ്യാ വർധന കണക്കിലെടുത്താണ് പുതിയ വിഭജനം നടത്തിയതെന്നും നടപടിക്രമം പൂർണ്ണമായും നിയമപരമായ രീതിയിലാണ് നടത്തിയിരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുടക്കമില്ലാതെ തുടരുകയാണ്. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.